Eternal Wedding Collections by Chungat Jewelry. ഇതെല്ലാം എന്റെ കല്യാണത്തിന് വാങ്ങിയതാ. വാവ്, ഇതെവിടുന്നാ? MV ചാക്കോ ഗോൾഡൻ ഡയമണ്ട്സ് അങ്കമാലി. ഗണേശോത്സവങ്ങൾ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമെന്ന് KP ശശികല അഭിപ്രായപ്പെട്ടു. കാലടിയിൽ നടന്ന ഗണേശോത്സവത്തിലെ സാംസ്കാരിക സമ്മേളനത്തിൽ മുഖ്യപ്രഭാഷണം നടത്തി സംസാരിക്കുകയായിരുന്നു ശശികല. ഛത്രപതി ശിവജി മഹാരാജാണ്. അദ്ദേഹമാണ് ഗണേശോത്സവം ആദ്യമായി ആരംഭിച്ചത്. അന്നത് അദ്ദേഹത്തിന്റെ ഭരണത്തിന് കീഴിലുള്ള മഹാരാഷ്ട്ര ആ ഒരു ഭാഗത്ത് മാത്രം നിറഞ്ഞു നിന്നു. പക്ഷെ അതിന്റെ സാധ്യതകൾ കണ്ട് അതിനെ വടക്കേ ഇന്ത്യയിലേക്ക് മൊത്തം വ്യാപിപ്പിച്ചത് സ്വാതന്ത്ര്യ സമരകാലത്ത് ശ്രീ ബാലഗംഗാധര തിലകനാണ്. സ്വാതന്ത്ര്യ സമരത്തിന്റെ ഒരു ഭാഗം തന്നെയായി ഗണേശോത്സവമാണ്. അതെന്നും വടക്കേ ഇന്ത്യയിൽ പോയി കഴിഞ്ഞാൽ ഈ ദിവസങ്ങളിൽ നമുക്ക് അതിൻ്റെ ഒരു ശക്തിയും ചൈതന്യവും എല്ലാം നമുക്ക് ബോധ്യമാവും. അത് കഴിഞ്ഞ് കുറേശ്ശെയാണ് തെക്കേ ഇന്ത്യയിലേക്ക് വന്നത്. ഇന്നിപ്പം കേരളത്തിലും തെക്കേ ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിലുമെല്ലാം ഗണേശോത്സവം മിക്കവാറും എല്ലാ സ്ഥലത്തും നടക്കുന്നുണ്ട്. രാവിലെ അഷ്ടദ്രവ്യ ഗണപതി ഹോമം നടത്തി തുടർന്ന് സംഘടിപ്പിച്ച സാംസ്കാരിക സമ്മേളനം VHP സംസ്ഥാന അധ്യക്ഷൻ വിജി തമ്പി ഉദ്ഘാടനം ചെയ്തു. ഹിന്ദു ഐക്യവേദി സംസ്ഥാന മുഖ്യ രക്ഷാധികാരി KP ശശികല ടീച്ചർ മുഖ്യപ്രഭാഷണം നടത്തി. ഭാരതത്തിന്റെ സ്വത്വത്തെ തകർക്കുന്ന വിധത്തിൽ, നമ്മുടെ സ്വന്തമായ തന്ത്രങ്ങളെ അപ്രസക്തമാക്കത്തക്ക വിധത്തിൽ നമ്മുടെ സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ട കാലഘട്ടത്തിൽ തന്നെയാണ് ഛത്രപതി ശിവജി മഹാരാജ് ഈ നാടിന്റെ അസ്തിത്വത്തെ തിരിച്ചു പിടിക്കാനുള്ള ശ്രമം നടത്തുന്നത്. സുൽത്താൻമാരുടെ ചവിട്ടും തൊഴിക്കും ശേഷം മുഗളന്മാരുടെ ഭരണത്തിലൊക്കെ കടന്ന് ഭാരതത്തിന്റെ സ്വത്വവും ഭാരതത്തിന്റെ അസ്തിത്വവും ഒക്കെ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ വീണ്ടെടുക്കാനുള്ള ഒരു ശ്രമം. വീണ്ടെടുക്കാനുള്ള അത്തരം ശ്രമങ്ങൾ ഭരണാധികാരിക്ക് ഒറ്റയ്ക്ക് സാധിക്കില്ല എന്നതുകൊണ്ട് തന്നെയാണ് അത്തരം ഏത് ശ്രമത്തിനും ഒരു നാടിനെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള, അതിനെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കാനാകട്ടെ, പുരോഗതിയിലേക്ക് നയിക്കാനാകട്ടെ, ഏത് വിധത്തിലുള്ള കാര്യങ്ങൾക്കും ഭരണാധികാരിയോടൊപ്പം നിൽക്കുന്ന ജനങ്ങൾ ആവശ്യമാണ്. മറ്റേയൊരു ഭരണാധികാരി വിചാരിച്ചാൽ ഇങ്ങോട്ട് നീങ്ങാൻ കഴിയില്ല. അതേ മനസ്സോടെ ചിന്തിക്കുന്ന, ഒപ്പം നിൽക്കുന്ന ഒരു കരുത്തായി മാറുന്ന ജനതതി ആവശ്യമാണ്. ആ ജനങ്ങളെ സംഘടിപ്പിക്കുകയും അവരിൽ ആവേശവും ആമോദവും പൊരുതാൻ വേണ്ടുന്ന ആവേഗവും ഒക്കെ ഉണ്ടാക്കിയെടുക്കുക എന്ന ഉദ്ദേശത്തോടെ തന്നെയാണ് ഛത്രപതി ശിവജി മഹാരാജ് ഗണേശോത്സവങ്ങൾ സംഘടിപ്പിച്ചിട്ടുള്ളത്. അത് അവിടുത്തെ ഐക്യത്തിന് അന്ന് വഴിവെച്ചിട്ടുണ്ട്. തുടർന്ന് അനുമോദിക്കൽ ചടങ്ങ് നടത്തി. സമുദായത്തിൽപ്പെട്ട നിർധന വിദ്യാർത്ഥികൾക്ക് പഠന സഹായവും വിദ്യാഭ്യാസ അനുബന്ധ സഹായങ്ങളും ചെയ്തു വരുന്നു. ചികിത്സാ സഹായങ്ങളും ചെയ്തു വരുന്നു. അങ്ങനെ സാമൂഹിക മേഖലയിൽ വളരെ നല്ല രീതിയിൽ സേവന പ്രവർത്തനങ്ങൾ നടത്തി പോകുന്ന ഒരു സംഘടനയായി വിശ്വപരിഷത്ത് കാലയിൽ വളരെയധികം ഭംഗിയായി തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. വെരിഫൈഡ് പ്രോപ്പർട്ടികൾ വാങ്ങാൻ വിൽക്കാൻ ഇനി ട്രസ്റ്റഡ് റിയൽ എസ്റ്റേറ്റ് പാർട്ണർ ഡ്രീംസ് ലാൻഡ് റിയാലിറ്റി. വീടോ സ്ഥലമോ ഫ്ളാറ്റോ വില്ലയോ കണ്ടെത്താൻ വെരിഫൈഡ് പ്രോപ്പർട്ടികൾ മാത്രം ലിസ്റ്റ് ചെയ്തിട്ടുള്ള ട്രസ്റ്റഡ് വെബ് പോർട്ടൽ. റിയൽ എസ്റ്റേറ്റ് രംഗത്ത് 12 വർഷത്തെ പാരമ്പര്യം. ഗവൺമെന്റ് അംഗീകൃത ISO സർട്ടിഫൈഡ് റിയൽ എസ്റ്റേറ്റ് ഏജൻസി ഡ്രീംസ് ലാൻഡ് റിയാലിറ്റി. ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സിന്റെ അങ്കമാലി ഷോറൂമിൽ 12ാം വാർഷികാഘോഷങ്ങൾ ഓഗസ്റ്റ് 1 മുതൽ 31 വരെ. HUID മുദ്രയുള്ള 916 സ്വർണ്ണാഭരണങ്ങൾക്ക് അങ്കമാലിയിലെ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. ഗ്രാമിന് 299 രൂപ മുതൽ. 1 പവന് മുകളിൽ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ ഫ്രൈ പാൻ, അപ്പച്ചട്ടി, തവ, കുക്കർ, ബിരിയാണി പോട്ട് എന്നിങ്ങനെ നിരവധി സമ്മാനങ്ങൾ. പ്രഷ്യസ് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% വരെ ഡിസ്കൗണ്ട്. കൂടാതെ ഡയമണ്ട് ആഭരണങ്ങൾ പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാം.
സ്വന്തമാക്കാം. നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി വാഷിംഗ് മെഷീൻ നേടാം. എല്ലാ പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ. ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ്, അങ്കമാലി. ഈ ഓണം മൈട്രോളിയോടൊപ്പം ആഘോഷിക്കൂ. മൈട്രോളി നിയർ ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര, ഐ ലവ് MC റോഡ്, അങ്കമാലി.